ഈ പെണ്ണ് ജയിലിലേക്ക് വന്നതും ഷാർപ്പായ ഒരു കത്രിക അവളുടെ കയ്യിൽ കൊടുക്കുന്നു. ആക്ച്വലി ഈ ജയിലിൽ ജയിൽ പുള്ളികളെ വെച്ച് കുറഞ്ഞ റേറ്റിൽ ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നു. കുറഞ്ഞ റേറ്റ് കാരണവും ആ സ്ഥലത്തിന്റെ ആംബിയൻസ് കാരണവും അവിടെ ഒത്തിരി പേർ വരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു പെണ്ണ് മുടിവെട്ടുന്നതിനായി വരുന്നു. അവിടെ വന്നതും അവിടെയുള്ളതെല്ലാം ബോയ് ഫ്രണ്ടിനെ അയക്കുന്നതിനായി ഫോട്ടോ എടുക്കുന്നു. നോക്കുമ്പോൾ അതിനുള്ളിൽ അവളുടെ ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് കണ്ടതും അവളുടെ സന്തോഷമെല്ലാം നഷ്ടമാവുന്നു. പക്ഷെ ബാർബർ വന്നതുകൊണ്ട് അവളുടെ ഫീലിംഗ്സ് മറച്ച് ഹെയർ കട്ട് ചെയ്യുന്നതിനായി റെഡിയാവുന്നു. അതേസമയം ബാർബറിനെ കണ്ടവൾ ഷോക്കാവുന്നു. ആ പെണ്ണിനെ കാണാൻ ഒരു ക്രിമിനലിനെ പോലെ തോന്നുന്നേയില്ല. എന്നാലും അവൾ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ പേടിയോടെ ഇരിക്കുന്നു. പക്ഷെ പോകെ പോകെ ചെറിയ ധൈര്യം തോന്നിയതും നിങ്ങൾ എന്തിനാണ് ജയിലിൽ വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഓഫീസർ ജയിൽ പുള്ളികളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് സ്ട്രിക്റ്റ് ആയി പറയുന്നു. ആ ബാർബർ ടൈം വേസ്റ്റ് ആക്കാതെ വേഗം തന്നെ അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. നോക്കുമ്പോൾ അവൾ ചെയ്യുന്നത് വളരെയധികം ജെന്റിലും സോഫ്റ്റുമാണ്. അതിനുശേഷം അവൾ തന്റെ ഹെയർ 26 സെന്റിമീറ്റർ കട്ട് ചെയ്യാൻ പറയുന്നു. ഉടനെ ആ ബാർബർ അത് അളക്കുന്നതിനായി സ്കെയിൽ വാങ്ങാൻ ഓഫീസറിന്റെ അടുത്തേക്ക് വരുന്നു. അത് കണ്ടതും അവൾക്ക് ചിരി വരുന്നു. ആരും മുടി വെട്ടാൻ സ്കെയിൽ യൂസ് ചെയ്യാറില്ല. നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണെന്ന് അവൾ പറയുന്നു. എന്നിട്ട് റഫായി വെട്ടാൻ പറയുന്നു. പക്ഷെ ആ ബാർബർ കട്ട് ചെയ്ത് കഴിഞ്ഞതും അവൾ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ കരയുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ 26 സെന്റിമീറ്റർ ഹെയർ ആണ് അവൾ കാമുകനുമായ റിലേഷനിലായിരുന്ന 2 വർഷം കൊണ്ട് വളർന്നത്. അത് കട്ട് ചെയ്തതോടെ അവളുടെ റിലേഷൻഷിപ്പും ഇല്ലാതായതും അവൾ വീണ്ടും പഴയതുപോലെയാവുന്നു. അതേസമയം കൊലക്കുറ്റത്തിന് അറസ്റ്റിലായ ബാർബർ അവൾ കരയുന്നത് കണ്ട് അവൾക്ക് ടിഷ്യൂ കൊടുത്ത് അവളെ കംഫോർട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ച് സമാധാനിപ്പിക്കുന്നു.